ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൺ ഉണ്ട്. ഞാൻ ദിയ കൃഷ്ണ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ദിയ കൃഷ്ണൻ്റെ ഡെലിവറി വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ദൈവമേ, അത് എന്താ പറയുക, 51 മിനിറ്റ് സംതിങ് ഉണ്ട് ആ വീഡിയോ. പക്ഷെ അത് ഫുള്ളായിട്ടിരുന്ന് കാണാൻ അവരുണ്ടാക്കിയ ഒരു അവസ്ഥയാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. ഇനി നെഗറ്റീവ് അല്ല കേട്ടോ, പോസിറ്റീവാണ്. ഐ മീൻ പെട്ടെന്ന് ഫാസ്റ്റസ്റ്റ് 60 lakhs ആണ് ആൾക്കാരെ കണ്ടിട്ടുള്ളത് നമ്മുടെ യൂട്യൂബിൽ. സോ അതൊന്നുമല്ല കാര്യം. ഒരു അമ്മയായി ഐ മീൻ ആ ഒരു പേഴ്സൺ എനിക്ക് ഭയങ്കര പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻറ് ക്രിയേറ്ററും കൂടിയാണ് ദിയ കൃഷ്ണ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ആ ഫാമിലിയിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എന്തോന്നില്ലാത്ത ഇഷ്ടം എനിക്കുള്ളത് ദിയ കൃഷ്ണയോട്. someone ask me why, so many reasons is there എന്ന് വെച്ചാൽ, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വുമണാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അവരെല്ലാ കാര്യത്തിലും അവരുടേതായിട്ടുള്ളൊരു ജെന്യുവനായിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് ഇപ്പോൾ സോഷ്യൽ കണ്ടൻറ് ക്രിയേറ്ററും കൂടി ആയതുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ആസ് എ റിലേഷൻ സ്റ്റാറ്റസ് വഴിയാണെന്നുണ്ടെങ്കിലും, മാരീഡ് ലൈഫ് ആണെന്നുണ്ടെങ്കിലും, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, ഷീസ് എ ഇൻഡിപെൻഡൻറ്റ് വുമണോ അങ്ങനെയുള്ള കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, പിന്നെ എന്തെങ്കിലും സോഷ്യൽ അറ്റാക്സോ അല്ലെങ്കിൽ ഇനി കേസ്, ഇപ്പോൾ കുറച്ച് മുന്നേ അവരുടേതായിട്ടുള്ള പിന്നെ അവരുടെ ബയോസിനെ സംബന്ധിച്ചിട്ടുള്ള കേസൊക്കെ നടന്ന സമയത്താണെന്നുണ്ടെങ്കിലും, പ്രഗ്നൻ്റ് ആയിരുന്നു. എന്നിട്ട് പ്രഗ്നൻ്റ് ആയിട്ടും അത്രയും ഡെലിവറി ടൈം വരെ എത്തി നിൽക്കുന്ന സമയത്ത് വരെ അതിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് അവർക്ക് പൈസ ഉണ്ട്, പക്ഷേ പൈസ ഒന്നും ആർക്കും വെറുതെ കിട്ടിയൊരു സാധനമൊന്നുമല്ല. അവരതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളും സ്ട്രഗിളുകളും എല്ലാം കഴിഞ്ഞിട്ടാണ് അവർക്കാണെങ്കിൽ ഈ ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. സോ പിന്നെ ഈ വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഐ മീൻ ഡെലിവറി സമയത്ത്, കാരണം പിന്നെ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷെ എല്ലാവരുടെയും നമ്മൾ കാണുന്നില്ലല്ലോ, എല്ലാവരുടെയും നമ്മൾ കാണുന്നവരുടെ അല്ലേ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിലൊക്കെ വന്നുപോയി. അമ്മാതിരി അവസ്ഥയായിരുന്നു. പക്ഷെ നൈസായിരുന്നു. എന്താണെങ്കിലും അവരുടെ ഫാമിലി ഹാപ്പിയോടുകൂടി ജീവിക്കുന്ന കാണുമ്പോൾ അവരിഷ്ടപ്പെടുന്ന എന്നെ പോലെയുള്ള കുറേ ആൾക്കാരുണ്ട്. സോ എന്തോ ഭയങ്കര ഇഷ്ടമായി. നമുക്കും ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള പിന്നെ കാര്യങ്ങളായിരുന്നു. അറിയുന്നില്ല. അപ്പോൾ ഓക്കെ, ഇന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് കൂടുതൽ പറയാൻ ഷോർട്സ് ഇത്രയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ലോങ് വീഡിയോ ഇന്ന് ചാൻസ് കുറവാണ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.